നമ്മൾ ആദ്യം നമ്മുടെ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യാം. അതായത് ERP നെക്സ്റ്റിന്റെ എഡ്യൂക്കേഷൻ മൊഡ്യൂളിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. സ്റ്റുഡന്റ് കാറ്റഗറിയിലെ തന്നെ ഗാർഡിയൻ, സ്റ്റുഡന്റ് ലോഗ്, സ്റ്റുഡന്റ് ഗ്രൂപ്പ് ഒക്കെ കാണാം. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് പ്രോഗ്രാം ആഡ് ചെയ്യുന്നത്, കോഴ്സ് ആഡ് ചെയ്യുന്നത്, ടോപ്പിക്, ഇൻസ്ട്രക്ടർ, റൂം ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് അതിനകത്ത് സ്റ്റുഡന്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ സ്റ്റുഡന്റ് മൊഡ്യൂളിൽ കയറിയിട്ടുണ്ടെങ്കിൽ സ്റ്റുഡന്റ് മൊഡ്യൂളിനകത്ത് നിങ്ങൾ ഓൾറെഡി ഡാറ്റ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ കാണിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ടോപ്പ് കോർണറിനകത്ത് ന്യൂ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന പോലെ ഇവിടെ ഫില്ല് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ സ്റ്റുഡന്റിന്റെ മെയിൽ ID കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റുഡന്റിന് ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമുക്കിവിടെ സ്റ്റുഡന്റിന് ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യണം. യൂസർ ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉള്ള യൂസേഴ്സിന്റെ ഒക്കെ ലിസ്റ്റ് കാണിക്കും. ഇതില്ലെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി താഴെ ഒരു ക്രിയേറ്റ് ന്യൂ യൂസർ എന്നുള്ളത് പോയിട്ട് ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡന്റിന്റെ മെയിൽ ID കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു പുതിയ യൂസർ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റുഡന്റിനെ ആഡ് ആവും. എന്നിട്ട് നമ്മളത് സബ്മിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ സേവ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു യൂസർ നെയിം നമുക്ക് അവിടെ താഴെ ലിസ്റ്റിൽ കാണിക്കും, അല്ലെങ്കിൽ ആ യൂസർ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ഇപ്പൊ ഒരു ഇമെയിൽ സെറ്റപ്പിന്റെ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്ലോസ് ചെയ്യാം. കാരണം സ്റ്റുഡന്റിന് നമ്മൾ പുതിയൊരു മെയിൽ ID പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് സ്റ്റുഡന്റിന്റെ മൊബൈൽ നമ്പർ കൊടുക്കാം. ഞാൻ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഒരു നമ്പർ കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് നമ്പറൊക്കെ കറക്റ്റ് ആയിരിക്കണം, കാരണം 10 ഡിജിറ്റ്സ് ഒക്കെ ഉണ്ടാവണം. നെക്സ്റ്റ് സ്റ്റുഡന്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ആഡ് ചെയ്യാം. പിന്നെ ജെൻഡർ, നാഷണാലിറ്റി, ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. നാഷണാലിറ്റി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ അഡ്രസ് ആഡ് ചെയ്യാം. അഡ്രസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്രസ് ഫസ്റ്റ് ലൈൻ എന്നുള്ളതിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ അഡ്രസ് ഒക്കെ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റുഡന്റിന്റെ അഡ്രസ് കൊടുക്കുക. സെക്കൻഡ് ലൈനിനകത്താണ് നമ്മൾ പ്ലേസ് കൊടുക്കുക. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഏതാണോ അതും കൂടി മെൻഷൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പിൻകോഡ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സിറ്റി ആഡ് ചെയ്യുക, സ്റ്റേറ്റ് ആഡ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് എടുക്കുന്ന പോലെ ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പുതുതായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്കൊരു ഗാർഡിയൻ ആഡ് ചെയ്യണം. ഗാർഡിയൻ എന്ന് പറയുന്നത് നമുക്ക് വേറെ തന്നെ ഒരു ടാബിൾ ആയിട്ടാണ് ഉണ്ടാവുക. സോ നിങ്ങളുടെ ഗാർഡിയന്റെ ലിസ്റ്റ് അവിടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പുതിയ ഗാർഡിയനെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു സ്കൂളിനെ തന്നെ ചേട്ടനും അനിയനും പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗാർഡിയൻ ഓൾറെഡി എൻറോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗാർഡിയന്റെ ലിസ്റ്റ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പുതിയ സ്റ്റുഡന്റിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഒരു പുതിയ ഗാർഡിയനാണ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗാർഡിയന്റെ പേര് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പേര് ആഡ് ചെയ്ത് സേവ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഗാർഡിയൻ ഒരു യൂസർ ID ക്രിയേറ്റ് ആവും, അതായത് റാൻഡം ID ക്രിയേറ്റ് ആവും. അത് കഴിഞ്ഞാൽ ഗാർഡിയനുമായിട്ട് സ്റ്റുഡന്റിനുള്ള റിലേഷൻ, ആ റിലേഷൻ എന്താണോ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. അത് ചൂസ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് പോപ്പപ്പ് ആയിട്ട് വന്ന ലിസ്റ്റ് അവിടെ ക്ലോസ് ആവുകയും പുതിയ നമ്മുടെ പഴയ മെനുവിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇവിടെ നമുക്കിപ്പോൾ കാണാം ഗാർഡിയന്റെ ID ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു ഓപ്ഷൻ ആണുള്ളത്, അതായത് സ്റ്റുഡന്റിന്റെ ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ ചേച്ചിയോ ആരെങ്കിലും ഒരാൾ സെയിം കോളേജിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളിലോ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെയും കൂടി ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് സെയിം കോളേജ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അല്ലാന്ന് കൊടുക്കുക, ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് കൊടുക്കുക. പിന്നെ പ്രോഗ്രാം നെയിം അത് അവിടെ കാണുന്ന പോലെ ഫില്ല് ചെയ്യുക. ഇത് കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽസ് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു ഇന്റർഫേസ് കാണാം. ഒരു എംപ്ലോയി എന്നൊക്കെ രീതിയിൽ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രൊഫൈലൊക്കെ ഫില്ലപ്പ് ചെയ്യുന്ന പോലെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഡാറ്റാസ് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയാണ് ഒരു സ്റ്റുഡന്റിനെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റുഡന്റിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാർഡിയൻ എന്നുള്ളതിനകത്ത് പോയി കഴിഞ്ഞാൽ ഗാർഡിയന്റെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇൻസ്ട്രക്ടറിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റൂം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്.